ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പം നമുക്ക് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എടുക്കാം. ഒരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയല്ല, നമുക്ക് ചെറിയതായിട്ട് ഇന്നത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് കാണിക്കാം. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റു. ചിൻഡു എഴുന്നേറ്റിട്ടില്ല, അച്ഛനും എഴുന്നേറ്റിട്ടില്ല. ഞാൻ എഴുന്നേറ്റ് രാവിലെ പുട്ടിനൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിന്ന് രാവിലെ പുട്ടും പഴവുമാണ്. നമ്മൾ ഇന്ന് ശരിക്കും നാട്ടിലോട്ട് പോകാനാണ് ഇരുന്നത്. പക്ഷേ നമ്മൾ ഇന്നല്ല പോകുന്നത്, നാളെയാണ് പോകുന്നത്. നാളെ സാറ്റർഡേ ആണ്, നമ്മൾ നാളെ പോകും. അങ്ങനെ അപ്പം ഒരാഴ്ച ഇവിടെ നിന്നു. ഇനിയും ശനിയും ഞായറും വീട്ടിലായിരിക്കും, നാട്ടിലായിരിക്കും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടുത്തെ രാവിലെ മഴ ചാറുന്നുണ്ട്, നല്ല മഴയുണ്ട് ഇപ്പോൾ ഇവിടെ കേട്ടോ. മഴ ചാറുന്നുണ്ട്. തുണി അലക്കാനായിട്ട് ഞാനിവിടെ സൈഡിലിട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇങ്ങനെ മഴ ചാറുന്നതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് തുണി ഉണങ്ങി കിട്ടാനായിട്ട്. അകത്തെല്ലാം വിരിച്ചിട്ടേക്കുവാ തുണി ഉണങ്ങി കിട്ടാൻ ഫാൻ്റെ കീഴിൽ. അപ്പം അതല്ല, ഇനി ഉണങ്ങിയെടുത്താലും നമുക്ക് അടുത്ത തുണി ഇടാൻ പറ്റത്തുള്ളൂ. പിന്നെ കണ്ടോ, രാവിലെ തന്നെ നല്ല മഴക്കാറ് കണ്ടോ, മൂടി നിൽക്കുന്നുണ്ടോ, കണ്ടോ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അവിടെ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ ഓള് പ്രസ് ചെയ്താൽ മാത്രമേ നമ്മുടെ പുതിയ വീഡിയോസ് ഇടുമ്പോഴത്തേക്കിന് അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ, നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. പിന്നെ ഞാനിങ്ങനെ പറയണമെന്ന് ആലോചിച്ചൊരു കാര്യം, ഇനിയിപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിലും എന്ന് രാത്രി 7 മണിയാകുമ്പോഴായിരിക്കും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിലും 7 മണിയാകുമ്പോഴത്തേനും ചാനലിലൊന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ. ഗൈസ്, നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഒരാൾ എഴുന്നേറ്റ് വന്നിട്ടുമുണ്ട്. ഒരു ഹായ് പറഞ്ഞേ, ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് പറ. സുഖാണോന്ന് ചോദിച്ചേ, എന്നാക്കോന്ന് ചോദിച്ചേ, എല്ലാരും ചോദിച്ചേ. അപ്പോൾ ഇതേ നമ്മൾ പുട്ടും പഴവും കഴിക്കുവാണ്. അച്ചാച്ചൻ ആദ്യം കഴിച്ചു, ഞാനിപ്പം ഈ സമയത്ത് കൊച്ചിന് കൊടുക്കുവാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചത്. അത് കഴിഞ്ഞ് ഞാനും ചിൻറ്റും കൂടെ കുറച്ച് നേരം, ഞങ്ങളുടെ കൊഞ്ചൽ സെക്ഷനാണ്, പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദേ കൊഞ്ചൽ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുവാണ്. ചിൻറ്റുവിന് ഫുഡെല്ലാം കൊടുത്തു, അവനെ കുളിപ്പിച്ച് റെഡിയാക്കി കേട്ടോ. കുളിപ്പിച്ച് സുന്ദരനാക്കിയിട്ടാണ് ഞങ്ങളുടെ കൊഞ്ചൽ നടക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ ഓഫീസിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ഓഫീസിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുവാണ്. നല്ല മഴക്കാറുണ്ട് പുറത്ത്, ഭയങ്കര കൊതുക ഇവിടെ. മഴ പെയ്ത് കഴിഞ്ഞാൽ, മഴയില്ലാതെ തന്നെ കൊതുക, പക്ഷേ ഇപ്പോൾ ഒരു രക്ഷയില്ല, ഭയങ്കര കൊതുക. മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ. ഇരുന്ന് കളിക്കുന്നുണ്ട്. സുട്ടു, ഒരു ഹായ് പടഞ്ഞേ, ഒരു ഹായ് പടയാവോ, പടയാവോ ഒരു ഹായ്? ഇങ്ങോട്ടൊന്ന് നോയിക്കേ, ഒന്ന് നോയിക്കേ, എടി നോക്കടി ഇങ്ങോട്ട്. എന്നാക്കുവാ? ബക്കറ്റ് വെള്ളം എടുക്കാൻ പോവാണോ? ആണോ? കഞ്ഞിയും കറിയും വെക്കാൻ പോവാണോ? വെള്ളം പോയോ? അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ നമുക്കപ്പോൾ ഇനി ഓഫീസിൽ പോകുമ്പം കാണാം. ഓക്കെ. ദേ ഗൈസ്, മഴ പെയ്യാൻ തുടങ്ങി, നല്ല മഴയാണ്. ഞങ്ങളത് ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേനും ചിൻഡു അവിടെ നിന്ന് ഓരോന്നൊക്കെ അത് കണ്ടോ ഇത് കണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളി കാഴ്ചയൊക്കെ കണ്ട് വിശേഷമൊക്കെ പറഞ്ഞാണ് ഇറങ്ങി വരുന്നത്. നമ്മൾ ഓഫീസിലെത്തി, നമ്മൾ എസ്റ്റേറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അതേ ഒരാൾ പുറകെ ഇരുന്നത് ബിസ്ക്കറ്റും ഒക്കെ ആയിട്ട് പുറകെ ഇരിപ്പുണ്ട്. വീട്ടിൽ വന്നതേ തുണി അലക്കാനാണ്. തുണി അലക്കി നമ്മൾ ചായയൊക്കെ ഇടുവാണ്. നമ്മൾ ചായയൊക്കെ കുടിച്ചു.
ഗൈസ്, അപ്പോൾ നമ്മൾ ചായ എല്ലാം കുടിച്ചിട്ടിരിക്കുവാണ്. സമയം 5:15. നമ്മൾ പ്ലാൻ ചെയ്തത് നമുക്ക് നാളെ രാവിലെ പോകാമെന്നായിരുന്നു നാട്ടിലോട്ട്, കോട്ടയത്തിൽ. പക്ഷേ നമ്മൾ പ്ലാൻ മാറ്റി. ഇത് ഇന്ന് രാത്രി 8-ൻ്റെ ട്രെയിന് നമ്മൾ പോവുകയാണ്. അപ്പം 8-നാണ് കഴക്കൂട്ടത്തിൽ നിന്ന് ട്രെയിൻ. നമുക്ക് ഇവിടുന്ന് ഒരു 7-7:15 ഇറങ്ങണം. അപ്പോൾ അതിനു മുമ്പ് ഫുഡെല്ലാം കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. കാരണം നമ്മൾ അവിടെ എത്തുമ്പോൾ 11-11:30 ആകും എന്താണേലും. അപ്പം ചിന്നു നല്ല ഉറക്കമാണ്. അവനെ എഴുന്നേറ്റ് അവനും ഫുഡ് കൊടുക്കണം, നമ്മളും കഴിക്കണം. എന്നിട്ട് ഇവിടുന്ന് 7:15 ഇറങ്ങാൻ പറ്റത്തുള്ളൂ. പിന്നെ അവന് വേണ്ടി സ്നാക്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് പോകുന്ന വഴിക്കാണ്. ഗൈസ്, ചിന്നു നല്ല ഉറക്കമാണ്. ഇത് അവനെ ഞാൻ പയ്യെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. അങ്ങനെ അവനെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് കഴിക്കാൻ കൊടുത്ത് പുള്ളി കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രധാന കളിയാണ് ബാറ്റും ബോളും. ഇന്ന് ക്രിക്കറ്റെന്നോ ഫുട്ബോളെന്നോ ബാസ്കറ്റ് ബോളെന്നോ എന്ത് വേണേലും പറയാം. ഈ ബോളുമായിട്ടാണ് പുള്ളിയുടെ ഫുൾ ടൈമുള്ള കളി. നമ്മൾ ട്രിവാൻഡ്രത്ത് വന്ന അന്ന് ബോൾ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞപ്പോഴത്തേനും മേടിച്ചു കൊടുത്ത ബോളാണ്. ഇതുവരെ കുഴപ്പമൊന്നുമില്ലാതെ പുള്ളി അതുമായിട്ടാണ് കളിക്കുന്നത്. വലിയ ഇഷ്ടമാണ്. അടിക്ക്. അങ്ങനെ തകർപ്പൻ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വൈകി സ്റ്റേഷനിൽ ചെന്ന് ട്രെയിനിലൊക്കെ ഒരു സീറ്റ് വിളിച്ചു. അങ്ങോട്ട് പോകുന്നൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ആകെ പടത്തിക്കും തിരക്കൊക്കെ ആയിരുന്നു. അതിൻ്റെ കൂടെ ചിന്നിൻ്റെ വാശിയും ബഹളും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം ട്രെയിനൊക്കെ നല്ല മര്യാദരാമനായിട്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി ചിപ്സൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞത് നമുക്ക് 8-ൻ്റെ ട്രെയിനാണ്. 8-നല്ലായിരുന്നു കേട്ടോ ട്രെയിൻ. 8:45 8:46 ട്രെയിൻ. നമ്മൾ 8 മണി കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി. കഴക്കൂട്ടത്തിൽ നിന്നായിരുന്നു നമ്മൾ കയറിയത്. നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കിനും 11:30 ആയിരുന്നു. നമ്മൾ കോട്ടയത്ത് എത്തിയപ്പോഴത്തേക്കിന്. അങ്ങനെ നമ്മളിവിടെ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.